ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് എ ഫ്രൂട്ട് വെണ്ടർ എന്ന് പറയുന്ന ഒരു ബൾക്ക് ഫ്രൂട്ട്സ് മേടിച്ചു. അതിൽ 20% റോട്ടൺ ആണ്. ടോട്ടൽ റോട്ടൺ എന്ന് പറഞ്ഞത് 20% ആണ്. സോ റിമൈനിങ് എത്ര ഉണ്ടാവും? 80% എന്ന് പറയുന്നത് റിമൈനിങ് ഫ്രൂട്ട്സ് ഉണ്ടാവും. സോ ലെറ്റ് ദ ടോട്ടൽ ബി 100% ആയിട്ട് കൺസിഡർ ചെയ്യാം ബ്രോട്ട് ചെയ്തത്. ഓക്കെ, ദെൻ ഹി ത്രൂ അവേ ദ റോട്ടൺ ഫ്രൂട്ട്സ്. അപ്പോൾ 20% ത്രോ ചെയ്തു. ദെൻ ഔട്ട് ഓഫ് ദ റിമൈനിങ് 75% വേർ സോൾഡ്. അപ്പോൾ 80-ലെ 75% സെയിൽ ചെയ്തു എന്ന് വെച്ചാൽ 3/4 ഓഫ് 80. 3/4 ഓഫ് 80 എത്രയാണ്? 60% സെയിൽ ചെയ്തു. അപ്പം നോട്ട് സോൾഡ് എന്ന് പറയുന്നത് എത്രയാവും? 80-ൽ 60% പോയാൽ റിമൈനിങ് 20% നോട്ട് സോൾഡ്. ഓക്കെ, ദെൻ 50% ഓഫ് ദ റിമൈനിങ് ഹി യൂസ് ടു മേക്ക് ഫ്രൂട്ട് ജ്യൂസ്. അപ്പോൾ 20-ലെ 50% എന്ന് വെച്ചാൽ 10%. ഓക്കെ, ആ 10% ആണ് ഫ്രൂട്ട് ജ്യൂസിന് വേണ്ടി മാറ്റിവെച്ചത്. ഓക്കെ, ആൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് ഫ്രൂട്ട്സ് ഹി യൂസ് ടു മേക്ക് ജ്യൂസ് ആൻഡ് ദ നമ്പർ ഓഫ് റോട്ടൺ ഫ്രൂട്ട്സ് 75. അപ്പോൾ അവർ തന്നിട്ടുണ്ട് റോട്ടൺ ഫ്രൂട്ട്സ് 20%, ഫ്രൂട്ട് ജ്യൂസിന് വേണ്ടി മാറ്റിയത് 10%. ഈ തമ്മിലുള്ള ഡിഫറൻസ് ആണ് 70%. അതായത് 10% വിൽ ബി ഈക്വൽ ടു 75. ശ്രദ്ധിക്കണം, 20 - 10% ഈ ഡിഫറൻസ്. ഓക്കെ, ദെൻ എത്ര നമ്പർ ഓഫ് ഫ്രൂട്ട്സ് ദാറ്റ് വെണ്ടർ ബ്രോട്ട് എന്നാണ്. സോ 100% എത്ര എന്നാണ് ചോദ്യം. സോ 100% വിൽ ബി ഈക്വൽ ടു 750.